ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദ്, താങ്കളുടെ സിനിമ വളരെ വലിയ പങ്കുവഹിച്ചു ഇത് സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന്. ഒരുപക്ഷെ പൗരത്വം നിഷേധിക്കപ്പെടുക മാത്രമല്ല, പാകിസ്ഥാൻ ചാരന്മാരായി പലപ്പോഴും ഇവർ മുദ്രകുത്തപ്പെടുകയും ചെയ്തു. സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പകൽപോക്കലുകൾക്കിടയിൽ ബലിയാടുകളാകേണ്ടിയും വന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക്. ശ്രീ പി ടി കുഞ്ഞു മുഹമ്മദ്, അതായത് സ്വന്തം രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെടുക മാത്രമല്ല, പാകിസ്ഥാൻ ചാരന്മാരായി മുദ്രകുത്തപ്പെടുകയും പോലീസിന്റെ അടക്കമുള്ള അധികൃതരുടെ അടക്കം നിന്ന് നിരവധി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഈ ആളുകൾക്ക്. എന്നിട്ടും പൊതുസമൂഹത്തിൽ ഇത് വലിയൊരു ചർച്ചയാകുന്നില്ല. അതായത് ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പുനർകൾ നടക്കുന്നുണ്ട്. അതിർത്തികൾ, രാജ്യങ്ങൾ പുതുതായിട്ടുണ്ടാകുന്നു. അപ്പോൾ 1947 ആഗസ്റ്റ് 15 ഇന്ത്യയും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഉണ്ടായി, 2 രാഷ്ട്രങ്ങളുണ്ടായി. സത്യത്തിൽ ഒരു രാഷ്ട്രമാണ്, ഒറ്റ സംസ്കൃതിയാണ്, ഒറ്റ ഭാഷയാണ്, ഒറ്റ ജനസമൂഹമാണ്, ഒറ്റ ഭക്ഷണമാണ്. ഏതാണ്ട് ഉത്തരേന്ത്യയിലെ അവസ്ഥയായിട്ട് വിഭജിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ പഞ്ചാബ്, പാകിസ്ഥാൻ പഞ്ചാബിയും ഇന്ത്യൻ പഞ്ചാബിയും കഴിക്കുന്ന ഭക്ഷണവും ഭാഷയും ഒന്നാണ്. ബംഗാളി ഒന്നാണ്, അവരുടെ ഭാഷ ഒന്നാണ്, അവരുടെ ഭക്ഷണം ഒന്നാണ്, അവരുടെ സംസ്കാരങ്ങൾ ഒന്നാണ്. അപ്പൊ ഈ മനുഷ്യരെ മുഴുവൻ വെട്ടിമുറിക്കുമ്പോൾ അത് ഒരു കൊളോണിയൽ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യം. അത് വീണ്ടും വിഭജിച്ചു, 3ആയി. ബംഗ്ലാദേശിൽ മറ്റൊരു രാജ്യം ഉണ്ടായി. അപ്പോ ഇങ്ങനെ ഇതിപ്പോ യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബെർലിൻ 2 രാജ്യമായി. ബെർലിൻ 2 ലോകമഹായുദ്ധത്തിന് ശേഷം ഇതുപോലെ ഒരുപാട് ജനങ്ങൾ ലോകത്തെമ്പാടും ഈ സാമ്രാജ്യത്തിന്റെ കൊളോണിയൽ ശക്തികളുടെ ഭാഗമായിട്ട് വിഭജിക്കപ്പെടും. എന്നിട്ട് അതിന് ഓരോ പേരിട്ട് വിളിക്കുന്നു നമ്മൾ. സിറ്റിസൺഷിപ്പ്, മറ്റത് മറിച്ച്. ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ആ സിനിമയിൽ തന്നെ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന കഥാപാത്രം ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, അതിർത്തികളെ കുറിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മേല് കെട്ടിച്ചമച്ച സംഭവം. അതിൽ ദുരിതം അനുഭവിക്കുന്ന എത്ര മനുഷ്യരാണ്. ഞാനിതിലൊരു വിശാല അടിസ്ഥാനത്തിലാണ് കാണുന്നത്. എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഇത് പൊതുമധ്യത്തിൽ വന്നില്ല, മുഖ്യധാരയിൽ വന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ അത്ഭുതം. പല കാര്യങ്ങളും ഈ ജാതി ഇതുപോലെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ ചരിത്രം പലതും ഒളിച്ചു വെക്കപ്പെട്ടതാണ്. ഒളിച്ചു വെക്കപ്പെട്ട ചരിത്രമാണ് കേരളത്തിന് ഏറെയുള്ളത്. പലതും മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതാണ്. പലതും മലബാറിലെ പല സംഭവങ്ങളും. ഉദാഹരണമായിട്ട് 1852 ഫസൽ പൂക്കോയ തങ്ങൾ നാട് കടത്തപ്പെട്ടത് എന്തിനാ? ഫസൽ പൂക്കോയ തങ്ങളും 47 പേരുമടങ്ങുന്ന അവരുടെ കുടുംബത്തെ പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു കപ്പലിൽ കയറ്റി ടർക്കിക്ക് കയറ്റുകയാണ് ചെയ്തത്. എന്താ ഫസൽ പൂക്കോയ തങ്ങൾ ചെയ്ത തെറ്റ്? അദ്ദേഹം പറഞ്ഞു, ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്, ജന്മി തരുന്ന ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്. നീ എന്ന് അഭിസംബോധന ചെയ്താൽ തിരിച്ച് നീ എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം. നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊള്ളയടിക്കാൻ വരുന്നവരെ നിങ്ങൾ ആയുധമെടുത്ത് നേരിടണം. ഇതാണ് ഫസൽ പൂക്കോയ തങ്ങളുടെ ഫത്വ. ഇതിനാണ് അദ്ദേഹത്തെ 1800 അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഇന്ന് സിറിയയിൽ കഴിയുക. നമുക്ക് ചരിത്രം അറിയില്ല. ഇത് കേരളത്തിലെ വലിയ രാഷ്ട്രീയക്കാർക്ക് പോലും ആരാ ഫസൽ പൂക്കോയ തങ്ങൾ അറിയില്ല. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അതായത് സ്വദേശാഭിമാനി നെയ്യാറ്റിൻകരയിൽ നിന്ന് കൊച്ചിയിലേക്ക് നാട് കടത്തപ്പെട്ടത് നമ്മൾ വളരെ ഇതായിട്ട് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ചരിത്രത്തെ, പ്രത്യേകിച്ച് മലബാറിന്റെ ചരിത്രത്തെ കൊളോണിയൽ ശക്തികൾ തന്നെ വലിയ തോതിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാൻ പൗരന്മാരുടെ വിഷയവും ചെയ്യാതിരുന്നത്. പിന്നെ അത് പ്രധാനമായിട്ടും എല്ലാവരും ഭയക്കുന്നു ഇത്തരം വിഷയങ്ങൾ എടുക്കാൻ. ഇവരെ ഒരു പ്രാവശ്യം വിളിക്കാൻ വേണ്ടി ഇവർ കാണുമ്പോൾ പേടിച്ച് ഓടുക ചെയ്യുന്നു നമ്മളെ. ഞാനിവരെ കാണാൻ ചെന്ന അന്ന് ഒരു ദിവസം ഞാൻ താനൂരാണോ അതോ തിരുവങ്ങാടിയാണോ എന്നറിയില്ല. ഒരു ദിവസം ഞാൻ ചെന്ന് അവരൊക്കെ കണ്ട് അവർ വന്ന് ഒരാളെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മടങ്ങിപ്പോന്നു. അന്ന് രാത്രി ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു എന്നെ വിളിച്ച്, എന്റെ സീനിയർ ആയുള്ള ആളാ, അല്ലോ നീ ഇന്ന് ഇവിടെ പോയിരുന്ന ഒരു വീട്ടില്. അവര് ഭയന്നിട്ട് എന്നെ വിളിച്ചിരുന്നത്, നീ എന്തിനാ പോയി? അപ്പൊ അവരോട് ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഒരാളാവില്ല ഒരിക്കലും. അയാൾ അങ്ങനത്തെ ഒരാളല്ല, എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി വന്നതായിരിക്കും. നിങ്ങൾ എന്തിനാ അയാളെ കാണാണ്ട്? എനിക്ക് പേടിയായിട്ടാണ്. അപ്പൊ ഈ വരുന്നവരോടൊക്കെ ഭയമാണ്.
ഒരാൾ 22 കൊല്ലാണ് ഭ്രാന്തനായിട്ട് മാറഞ്ചേരിയിൽ ജീവിച്ചത്. നിങ്ങൾക്കറിയോ? 22 years. 23ാമത്തെ കൊല്ലം അയാൾ പിടിക്കപ്പെട്ടു. പോലീസ് വളഞ്ഞ അയാൾ എവിടെയാണെന്ന് പോലും നിശ്ചയില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ വെറും നിയമത്തിന്റെയും ഇതിന്റെയും ക്ലോസിന്റെയും ഭരണഘടനയുടെയും അതിലല്ല നമ്മൾ കാണേണ്ടത്. വളരെയധികം നന്ദി ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അവസാനമായി ശ്രീ ബാദുഷ കടലുണ്ടി, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നീക്കം താങ്കൾ എങ്ങനെ കാണുന്നു? പ്രതീക്ഷ വെച്ച് പുലർത്താം. ഇനിയിപ്പോൾ മാർച്ചിൽ വീണ്ടും അദാലത്ത് ഉണ്ടാകും എന്നും പറയുന്നു അധികൃതർ. തീർച്ചയായിട്ടും ഈ വൈകി വന്ന വിവേകാണെങ്കിലും ഇവർക്കിത് നൽകാൻ തയ്യാറായത് സ്വാഗതാർഹമാണ്, സ്വാഗതം ചെയ്യുന്നതാണ്. ഇനിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇനി ആവശ്യം എന്നതാണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ഖാദർ തിരൂർ, ബാദുഷ കടലുണ്ടി, പി ടി കുഞ്ഞുമുഹമ്മദ്, അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.